മോർണിംഗ് ഡിയേഴ്സ് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ രാവിലെ എണീച്ചിട്ട് പല്ല് തേച്ചിട്ട് ഫേസ് വാഷ് എല്ലാം ചെയ്ത് വന്നു. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചോടെയാണ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യമാണ്, വെയിറ്റ് ബാലൻസ് ചെയ്യാൻ. ഇപ്പോഴത്തെ ഒരു ചെമ്പോ ഇളം ചുടുവെള്ളം, അതിന് കൂടെ 2 ഡേറ്റ്സാണ് കഴിക്കുന്നത്. ഇതില്ലെങ്കിൽ ചിയാ സീഡ്സാണ്. അപ്പോൾ വരാൻ പോകുന്നല്ലേ, അപ്പോൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് എനർജി വേണം. നമുക്ക് നോമ്പ് സമയത്ത് എനർജി വേണ്ടി വരും. ഇല്ലെങ്കിൽ പെട്ടെന്ന് വീക്കാവും, പിന്നെ നമുക്കൊന്നിനും എനർജി ഉണ്ടാവാതിരിക്കും. അതുകൊണ്ട് ഇപ്പം നന്നായിട്ട് കഴിക്കാൻ നോക്കുക. മാർച്ചിൽ നോമ്പാണ് വരുന്നത്. രാവിലെ എണീച്ച് 2 ഡേറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മളെ ബ്ലഡ് കൂട്ടണം, ബ്ലഡ് പ്യൂരിഫൈഡ് ചെയ്യണം, പ്രോട്ടീൻ കിട്ടാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മംഗലാപുരം സ്പെഷ്യൽ പുണ്ടിയാണ്. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ് കേട്ടോ. പിന്നെ രാത്രി ഉണ്ടാക്കിയ പച്ചരി ഉണ്ടായിരുന്നു, അത് കുറച്ച് ഹാവിൽ അർപ്പിക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇവർ പിണ്ടി ഭയങ്കര ഇഷ്ടമാണ്, അത് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ 9 മണിക്കാണ് കഴിക്കുന്നത്. മോൻ്റെ സ്കൂളിലൊക്കെ വിട്ട് വന്ന ശേഷമാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പിന്നെ വലിയ മോൻ്റെ സ്കൂളുകളിലാക്കി വന്ന ശേഷം കുറച്ച് നേരം ചെറുമോൻ്റെ അടുത്ത് കളിക്കും. പിന്നെ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ പോകും. അപ്പോൾ എനിക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് വേണം. ഉച്ചയ്ക്ക് 1 മണിക്ക് ഞാൻ കഴിക്കുന്നതുണ്ട് ഗീ റൈസ് ആൻഡ് ചിക്കൻ കറിയാണ്. എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഫുഡിലാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ എൻ്റെ വെയിറ്റ് കുറക്കാനും പിന്നെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഞാൻ വർക്കൗട്ട് വേണമെങ്കിൽ ചെയ്യും. പക്ഷെ എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് കേട്ടോ മെയിൻ. പിന്നെ അങ്ങനെ രാവിലെ 11 മണിക്ക് എന്തായാലും ഒരു ജീരക കഷായ അങ്ങനെ എന്തെങ്കിലും കുടിക്കും, ലൈറ്റായിട്ടില്ലെങ്കിൽ ചായ എങ്കിലും കുടിക്കാറുണ്ട്. നമ്മൾ പോകുന്നത് ജസ്റ്റ് ഒരു സ്ലിപ്പർ വാങ്ങാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ സ്ലിപ്പർ ഒന്ന് വാങ്ങും, ഷൂസാണ് വാങ്ങുന്നത്. പിന്നെ കുറച്ച് ATM നിന്ന് ക്യാഷ് എടുക്കണം, ഇതിനൊക്കെ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന വീട്ടിലത്തെ എൻ്റെ ടൗണിലേക്ക് വരണമെങ്കിൽ ഒരു 500 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ദേവസ്ഥാനം ടെമ്പിൾ കഴിഞ്ഞിട്ട് തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ജാത്ര ആവട്ടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഏരിയ ഫുള്ള് റഷായിരിക്കും. ആ ഒരു സമയത്തൊക്കെ നമുക്ക് ടൗൺ പോകാൻ ബുദ്ധിമുട്ടാണ്. അല്ലാത്ത ദിവസമൊക്കെ നമ്മളിങ്ങനെ ഈസി ആയിട്ട് ടൗൺ പോകാം. അങ്ങനെ ആദ്യം നമ്മൾ ATM വന്നിട്ട് കുറച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകണമെങ്കിലൊക്കെ കയ്യിൽ ബസ്സൊക്കെ ചാർജ് കൊടുക്കണമെങ്കിൽ ക്യാഷ് വേണ്ടി വരും. ഷോപ്പിലൊക്കെ പോകുന്നെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ, Paytm അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. പക്ഷേ ബസ്സിലൊക്കെ അത് ഓട്ടോ ചാർജൊക്കെ കൊടുക്കുന്നെങ്കിൽ കയ്യിൽ ക്യാഷ് വേണ്ടി വരും. അപ്പോൾ ഞാൻ ടൗണിലേക്ക് വന്നത് മെയിനായിട്ട് എനിക്കൊരു ഷൂസ് വേണമായിരുന്നു. അപ്പോൾ ഒരു ഷൂസ് എന്തായാലും വൈറ്റ് കളർ ഷൂസ് വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആ വൈറ്റ് കളർ ഷൂസിന് വേണ്ടിയാണ് വന്നിട്ടുണ്ടായത്. അങ്ങനെ ഷൂസൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ വീട്ടിലത്തെ അടുത്തുള്ള ഒരു അയ്യങ്കാർ ബേക്കറി ഉണ്ട്, അവിടെ നല്ല പപ്സും കിട്ടും. അപ്പോൾ പപ്സ് കുട്ടികൾ വെയിറ്റ് ചെയ്യും. വീട്ടിൽ അങ്ങനെ സാമാനെല്ലാം എടുത്ത് വന്നു, നേരെ വീട്ടിലേക്ക് പോകുന്നു. ഈ വേ ആണ് നമ്മളെ വീട്ടിലേക്ക് പോകുന്നത്. നമ്മളെ വീട്ടിൽ പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ സിറ്റിയിലാണെങ്കിലും ഒരു 500 മീറ്റർ ഇങ്ങനെ ഉള്ളിലാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന ഈ ഒരു പ്ലേസിൽ ഓട്ടോറിക്ഷയും കാർ അങ്ങനൊന്നും വരുള്ളൂ, 2 വീലർ മാത്രമേ വരുള്ളൂ. അതാണ് കേട്ടോ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് കുട്ടികൾ 2 വെയിറ്റ് ചെയ്യാണ്. വലിയ മോനെൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ചെറിയ മോനും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് ഞാൻ ഷൂസ് വാങ്ങിയതാണ് കേട്ടോ, ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതെന്തിനാ പറഞ്ഞേ അതിന്? എന്താക്കി മൊയ്സ്? ഇഷു എന്താക്കി? എന്തിനടിച്ചേ? ഏത് കീരി? അത് കീരി അതിനടിച്ചതാണോ? നോക്ക മൊയ്സിനെ ഹഗ് ചെയ്, മൊയ്സിനെ ഹഗ് ചെയ്, മൊയ്സിനെ ഹഗ് ചെയ് മൊയ്സിനെ. അതാ ഹഗ്. ലവ് യു എന്ന് പറയ്, ഉമ്മ എന്ന് പറയ്. ഉമ്മ കൊടു ഉമ്മ കൊടു മൊയ്സിക്ക്. വീഡിയോ ആക്കുന്നുണ്ട്, പോ വീഡിയോ നോക്കല. ഉമ്മ വന്നിട്ട് നോക്കിയത് വീഡിയോ ആക്കാൻ വേണ്ടിട്ട് ഐഡിയ. പോ ബൈ പറയ്, ബൈ, സി യു
See you എന്ന് പറയും. Bye. See you. See you. Take care. Take care.